പിന്നെ എപ്പോഴും കേട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എനിക്ക് സോഷ്യൽ മീഡിയയിൽ വരാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ല, സ്റ്റിൽ എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ അപ്പോൾ ശരിക്കും വിചാരിക്കും, ദൈവമേ ഇത് ഞാൻ തന്നെയാണല്ലോ, എന്നോട് തന്നെയാണല്ലോ ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളത്. ഞാനും ഇതുപോലെ തന്നെയായിരുന്നു. ഒരു 3 വർഷമെങ്കിലും എടുത്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അത്രയും സമയം എടുത്തു എന്ന് മാത്രമല്ല, പല വീഡിയോസ് ഞാൻ എടുത്തതിന് ശേഷം 10-20 പ്രാവശ്യമൊക്കെ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഒരെണ്ണം പോസ്റ്റ് ചെയ്യുന്നത്. കാരണം അത്രയും സ്ട്രഗിൾ ആയിരുന്നു എനിക്ക് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഈസിയാണ്, ഭയങ്കര സ്മാർട്ടാണ്. അവർക്കൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ലൈവ് പോകാനൊക്കെ ആണെങ്കിലും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു. ഇത് ക്യാമറയിൽ വരുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ആയിട്ട് കരുതിയിരുന്ന ഒരാളാണ് ഞാൻ. 2019 ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതും. ആ സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മോർ ദാൻ 7 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ട്രെയിനിങ് ഉണ്ട്. സിമ്പിൾ വീഡിയോ ബേസ്ഡ് ട്രെയിനിങ് ആണ്. ഓരോ സോഷ്യൽ മീഡിയ അഡ്വാൻസ് ആവുന്നതിനനുസരിച്ചുള്ള ട്രെയിനിങ് നമുക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പം ആ സമയത്ത് ഞാൻ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞ പിന്നെ ഒരു 1.5 വർഷം കഴിഞ്ഞ പിന്നെയാണെന്ന് തോന്നുന്നു യൂട്യൂബ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ട്രെയിനിങ് ഞാൻ പ്രോപ്പറായിട്ട് തന്നെ സമയം എടുത്ത് തന്നെ ചെയ്യാറുണ്ട്. യൂട്യൂബ് ട്രെയിനിങ്ങിലേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോയ ആളാണ് ഞാൻ. എന്നോട് തന്നെ അപ്പോൾ പറഞ്ഞു, യൂട്യൂബ് ട്രെയിനിങ് എനിക്ക് ആവശ്യമില്ല, കാരണം ഞാൻ വീഡിയോസേ ക്രിയേറ്റ് ചെയ്യാൻ പോണില്ല എന്ന് ഞാൻ തന്നെ കോലടിച്ചിട്ട് പോലെ തീരുമാനിച്ചാണ്. കാരണം എന്നെക്കൊണ്ട് അങ്ങനെ പറ്റില്ല, അല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല സോഷ്യൽ മീഡിയയിൽ വരുന്നത് എന്ന് ഞാൻ തന്നെ സ്വയം ഡിസിഷൻ എടുത്ത ഒരാളാണ്. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയപ്പം അത് ശരിക്കും ഒരു മണ്ടത്തരമാണെന്ന് എനിക്ക് തോന്നി. കാരണം ഇത് ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു റിയൽ സോളിഡ് ബിസിനസ്സാണ്, അതും ഗ്ലോബൽ ബിസിനസ് പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഞാൻ അത്രയും എക്സൈറ്റഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ അത്രയും കോൺഫിഡന്റ് ആണ്, ഞാൻ അത്രയും ഹാപ്പിയാണ് ആ ബിസിനസ്സിൽ. പ്രൗഡായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ വില്ലിങ് ആണെങ്കിൽ എന്തുകൊണ്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും എന്നെ പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും ഫേസ്ലെസ് മാർക്കറ്റിംഗ് ചെയ്യുന്നവരും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ ടെക്നോളജിയും ഒക്കെ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലെവലാണ്. അപ്പോൾ അത് നമ്മുടെ സ്വന്തം ഇഷ്ടമാണ്. ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കണ്ടെത്തുക എങ്ങനെയാണ് നമുക്ക് ബിസിനസ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ കൂടുതൽ സമയം ഫേസ്ലെസ് മാർക്കറ്റിങ്ങിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ട്രെയിനിങ്ങിനോ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ പേഴ്സണലി ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രൗഡായിട്ട് ഹാപ്പി ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം അത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് വീഡിയോ തന്നെയാണ്. കാരണം ഒരു വീഡിയോയിൽ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ആൾക്കാർക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റും അത് റിയൽ ആണോ ജെന്യുവൻ ആണോ. അതാണ് വീഡിയോയുടെ പ്രത്യേകത. അപ്പോൾ അത്രയും പവർഫുൾ ആയി അത്രയും എന്താ പറയുക ലെജിറ്റിമേറ്റ് ആയ ഒരു ബിസിനസ് ആയതുകൊണ്ടാണ് ആൾക്കാർ റിയൽ ഫേസ് കാണിച്ച് അവരത് ഹാപ്പി ആയിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് പറ്റില്ല അല്ലെങ്കിൽ വേണ്ട എന്നുള്ളവർക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഫേസ്ലെസ് മാർക്കറ്റിംഗ് പോലെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഇഷ്ടമാണ് ഏത് രീതിയിൽ ബിസിനസ് മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത്. അത് ഓർഗാനിക് ആയിട്ട് ചെയ്യാം, സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ തന്നെ പെയ്ഡ് വേർഷൻ ചെയ്യാം, ഫ്രീ വേർഷൻ ചെയ്യാം, അല്ലെങ്കിൽ വാം മാർക്കറ്റിംഗ്. നമുക്ക് ഓൾറെഡി ഉള്ള നെറ്റ്വർക്കിൽ നമുക്ക് ബിസിനസ് മാർക്കറ്റ് ചെയ്തും ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് മീ ആൻഡ് ഐ വിൽ ഷെയർ ഓൾ ദ ഡീറ്റെയിൽസ്. താങ്ക് യു.